أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم لأماناتهم وعهدهم راعون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു അറിയിപ്പുണ്ട്. 1000 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങുന്ന ഒരു പണക്കിഴി നഷ്ടപ്പെട്ടിരിക്കുന്നു. പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പായി അത് എന്നെ ഏൽപ്പിക്കുവാൻ ദയവായി ആവശ്യപ്പെടാണ്. 1000 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങുന്ന ഒരു പണക്കിഴി നഷ്ടപ്പെട്ടിരിക്കുന്നു. പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ആ പണക്കിഴി ദയവായി എന്നെ തിരിച്ചേൽപ്പിക്കുക. ഹിജ്റ 2-ാം നൂറ്റാണ്ടില് മസ്ജിദുൽ ഹറമിൽ കേട്ട ഒരു വിളംബരമാണിത്. അന്ന് ഒരു ഹജ്ജ് കാലമായിരുന്നു. ഖുറാസാനിൽ നിന്ന് വന്ന ഒരു ഹാജിയുടെ പണക്കിഴിയാണ് നഷ്ടപ്പെട്ടത്. മക്ക അന്ന് കൊടും പട്ടിണിയിലാണ്. അങ്ങേയറ്റത്തെ ദാരിദ്ര്യം, വിശപ്പ് തിന്ന് പശിയടക്കുന്ന കാലം. മനുഷ്യര് എല്ലുന്തി കണ്ണ് തള്ളിയ അവസ്ഥയില് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ആളുകൾ മസ്ജിദുൽ ഹറമിൽ ഒരുമിച്ച് കൂടിയത്. ആ സമയത്താണ് ഖുറാസാൻകാരൻ്റെ ഈ വിളംബരം ഉണ്ടായത്. അവിടെ അബൂ ഗിയാസ് എന്ന 70 വയസ്സുള്ള ഒരാള് ഈ വിളംബരം കേട്ടു. അയാളും അങ്ങേയറ്റം ദരിദ്രനാണ്. വീട്ടിൽ പ്രായമായ ഉമ്മയും വാപ്പയുണ്ട്, ഭാര്യയും കുഞ്ഞു മക്കളുണ്ട്. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഓരോ ദിവസവും കാലത്ത് വീട്ടിൽ നിന്നിറങ്ങും. ഇന്നെന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില് വൈകുന്നേരം നിരാശനായിട്ട് വീട്ടിൽ തിരിച്ചെത്തും. അങ്ങനെ തിരിഞ്ഞു നടക്കുന്ന ഒരു രാത്രിയില് കൺമുമ്പിൽ ഒരു സഞ്ചി. അയാളത് തുറന്നു നോക്കിയപ്പോ നിറയെ സ്വർണ്ണ നാണയങ്ങൾ. അബൂ ഗിയാസ് അതുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയിട്ട് ഭാര്യയോട് പറഞ്ഞു. അവർക്ക് വല്ലാത്ത സന്തോഷം, നമ്മുടെ കഷ്ടകാലം അവസാനിക്കാൻ പോവാൻ. അബൂ ഗിയാസിന്റെ മനസ്സിലും പലതരം ചിന്തകൾ മാറി മറിയുകയാണ്. ഇതോടെ പ്രയാസങ്ങൾ തീരും എന്ന് തോന്നുന്നു. അതേസമയം ഇത് മറ്റാർക്കോ അവകാശപ്പെട്ടതാണല്ലോ. ഈ പണക്കിഴിക്ക് വേണ്ടിയിട്ട് സ്വർഗം നഷ്ടപ്പെടുത്തണോ എന്ന ആലോചനയും അബൂ ഗിയാസിന്റെ മനസ്സിൽ മാറി മറിയാണ്. ഒടുവിൽ അദ്ദേഹം വീട്ടിന്റെ അകത്ത് ഒരു കുഴി കുത്തിയിട്ട് ഈ സ്വർണ്ണക്കിഴി അതിൽ നിക്ഷേപിച്ചു. എന്നിട്ട് അദ്ദേഹം വീട് വിട്ടിറങ്ങി. ഈ സ്വർണ്ണക്കിഴിയുടെ യഥാർത്ഥ അവകാശി ആരാണ്?
എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പള്ളിയിൽ എത്തിയപ്പോഴാണ് ഈ വിളംബരം കേട്ടത്. 1000 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങുന്ന പണക്കിഴി നഷ്ടപ്പെട്ടിരിക്കുന്നു, കിട്ടിയവർ തിരിച്ചേൽപ്പിക്കണം. അബൂ ഖിയാസ് കുറച്ചു നേരം ആലോചിച്ചു നിന്നു. എന്നിട്ട് ആ ഖുറാസാൻകാരന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, അത് തിരിച്ചു തരുന്ന ആൾക്ക് പാരിതോഷികമായി താങ്കൾ എന്ത് നൽകും? ഒരു 100 സ്വർണ്ണ നാണയമെങ്കിലും നൽകിക്കൂടെ? ഖുറാസാൻകാരന്റെ ഉറച്ച മറുപടി, ഇല്ല, ഒരു നാണയം പോലും തരില്ല. അയാൾക്കുള്ള പ്രതിഫലം അല്ലാഹുവാണ് നൽകുക. അബൂ ഖിയാസ് നിരാശയോടെ വീട്ടിലേക്ക് പോയി. ഭാര്യയെ വിളിച്ചു, ലുബാബ, എന്തായി? ആളെ കിട്ടിയോ? ആ, ആളെ കിട്ടി. പക്ഷെ അയാള് നമുക്കൊന്നും തരില്ല എന്ന് പറയുന്നു. ഭാര്യക്ക് ദേഷ്യം വന്നു. 50 കൊല്ലത്തോളമായി ഞാൻ താങ്കളുടെ കൂടെ കഴിയുന്നു. ആ നാട് മുതൽ പട്ടിണിയും പ്രയാസവുമാണ്. എന്റെ മക്കളെ നോക്ക്, എത്ര പ്രയാസത്തിലാണ് അവർ ജീവിക്കുന്നത്. എന്തിനാണത് തിരിച്ചു കൊടുക്കുന്നത്? നമ്മുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അല്ലാഹു തആല താങ്കളെ ഏൽപ്പിച്ചതാണത്. അതിനാൽ അയാൾക്കത് കൊടുക്കേണ്ടതില്ല. അബൂ ഖിയാസ് ഭാര്യയുടെ പ്രകോപനങ്ങൾക്കും മനസ്സിനകത്തെ വിശ്വാസവിശുദ്ധിയുടെ തേട്ടത്തിനുമിടയിൽ ഇളകി ആടുകയാണ്. അബൂ ഖിയാസ് അടുത്ത നേരം വീണ്ടും പള്ളിയിലേക്ക് പോയി. ആ ഖുറാസാൻകാരൻ പിന്നെയും വിളിച്ചു പറയാണ്, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരൂ. അബൂ ഖിയാസ് പിന്നെയും ചെന്നു. അത് തിരിച്ചു തന്നാൽ പാരിതോഷികമായിട്ട് വല്ലതും തന്നൂടെ? ഒരു 10 സ്വർണ്ണ നാണയമെങ്കിലും? ഇല്ല, ഒന്നും തരില്ല. അല്ലാഹുവാണ് അയാൾക്ക് പ്രതിഫലം നൽകുക. ഖുറാസാൻകാരൻ. അബൂ ഖിയാസ് എന്ത് ചെയ്തു എന്നറിയാം? അദ്ദേഹത്തെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഈ സ്വർണ്ണക്കിഴി എടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ചരിത്രകാരൻ തൊബരി അബൂ ഖിയാസിന്റെ പിന്നാലെ വീട്ടിലേക്ക് പോയ സംഭവം പറയുന്നുണ്ട്. ആ വീട്ടിനകത്തെ സംഭാഷണങ്ങൾ ആ ചരിത്രകാരനാണ് രേഖപ്പെടുത്തിയത്. സ്വർണ്ണക്കിഴി കയ്യിൽ കിട്ടിയപ്പോ ഖുറാസാൻകാരൻ ഓരോന്നായിട്ട് നാണയത്തൊട്ടുകൾ എണ്ണി കൃത്യം 1000 ഉണ്ട്. ഉറപ്പുവരുത്തിയിട്ട് ആ സഞ്ചിയുമായിട്ട് അയാൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അബൂ ഖിയാസ് നോക്കി നിൽക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ആ ഖുറാസാൻകാരൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് പുഞ്ചിരിയോടുകൂടി ഈ സ്വർണ്ണ നാണയക്കിഴി മുഴുവനും അബൂ ഖിയാസിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സഹോദര, ഇത് എൻ്റെ വാപ്പ മരണാസന്നനായപ്പോ എന്നെ ഏൽപ്പിച്ച 3000 സ്വർണ്ണ നാണയങ്ങളിൽപ്പെട്ട 1000 സ്വർണ്ണ നാണയമാണ്. വാപ്പാക്ക് ഞാൻ ഒറ്റ മോനാണ്. വാപ്പാടെ ഒരു വസിയത്തുണ്ടായിരുന്നു. ഇതിൽ 1000 സ്വർണ്ണ നാണയങ്ങൾ മക്കയിലെ വിശ്വസ്തനായ ദരിദ്രനെ കണ്ടെത്തിയിട്ട് അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം, ദാനമായി നൽകണം. ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. മക്കയിലെ ഏറ്റവും വിശ്വസ്തനായ ദരിദ്രൻ താങ്കൾ തന്നെയാണ്. അതിനാൽ ഇതിന്റെ അവകാശി താങ്കളാണ്. അബൂ ഖിയാസിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അബൂ ഖിയാസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഖുറാസാൻകാരനെ ആലിംഗനം ചെയ്യുന്നുണ്ട്. എത്ര സുന്ദരല്ലേ ചരിത്രം! കേൾക്കാൻ വല്ലാത്തൊരു സുഖമാണ്. ചിലപ്പോ കണ്ണ് നനഞ്ഞു പോവും. ഇങ്ങനെയൊക്കെ സംഭവിക്കോ ലോകത്ത്? സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ഭൂലോകത്ത് നിന്ന് ഭൗതികമായി അപ്രത്യക്ഷമായിട്ട് 2 നൂറ്റാണ്ട് പിന്നിട്ടിട്ടേ ഉള്ളൂ. അന്നാണിത് സംഭവിച്ചത്. ഇന്നോ? വിശ്വാസം അതല്ലേ എല്ലാം. ഇന്ന് അതൊരു പരസ്യവാചകമാണ്. നിങ്ങൾ കാണാറില്ലേ എഴുതി വെച്ചത്? വിശ്വാസം അതല്ലേ എല്ലാം, അതാണ് എല്ലാം. പക്ഷെ അത് നടപ്പിൽ വരുത്തണമെങ്കിൽ അല്പം പ്രയാസമുണ്ടല്ലേ?
അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ, ആഴമേറിയ പരലോകബോധത്തിന്റെ പിൻബലത്തിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. ഇത്രയും യശോധവളമായ ശോഭന ചിത്രങ്ങൾ ചരിത്രത്തില് നമുക്കിനിയും എത്ര വേണമെങ്കിലും കണ്ടെടുക്കാം. ഇതിന്റെ പേരാണ് അമാനത്ത് എന്നത്. വിശുദ്ധ ഖുർആൻ ഒറ്റ വാക്കിൽ പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളുടെ 7 സവിശേഷ ഗുണങ്ങൾ എണ്ണി പറയുമ്പോൾ സൂറ അൽ മുഅ്മിനൂനില് ആമുഖമായി 6ാമത്തെ ഗുണമായിട്ട് അള്ളാഹു പറയുന്നു, വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അവർ അവരുടെ അമാനത്തുകൾ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവ, വഅഹ്ദിഹിം അവരുടെ കരാറുകൾ, റാഊൻ പാലിക്കുന്നവരാണ്, വളരെ കൃത്യതയോടെ കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നർത്ഥം. അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള വിശ്വാസം, മനുഷ്യനും തമ്മിലുള്ള പരസ്പര വിശ്വാസം, രണ്ടും പരസ്പര ബന്ധിതമാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവ അതിന്റെ അഹ്ലുകാർക്ക്, യഥാർത്ഥ അവകാശിക്ക് തിരിച്ചു നൽകൂ. അവിടെ അള്ളാഹു ഉണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്, അല്ലേ? ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പടച്ചോൻ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നത് മാത്രമാണോ? ഞാൻ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കാൻ അതിനർത്ഥം. അതിനാൽ മനുഷ്യരെ, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അതിനാൽ നിങ്ങൾക്ക് എന്നിൽ വിശ്വാസം അർപ്പിക്കാം. അതല്ലേ അതിന്റെ ആശയം? അതാണ് ആശയം. പക്ഷെ എന്നാലും അയാളെ സൂക്ഷിക്കണം കേട്ടോ എന്നാണ് പുതിയ കാലത്ത് പറയുന്നത്, അല്ലെ? പണ്ടൊക്കെ നിസ്കാരം ഉണ്ടോ എന്ന് നോക്കാം. നിസ്കാരം ഉണ്ടെങ്കിലും സൂക്ഷിക്കണം. ആ നിസ്കാരം എന്തിനു വേണ്ടിയാന്ന് പറയാൻ പറ്റൂല എന്നാണ് പുതിയ കാലത്ത് പറയുന്നത്. അമാനത്ത് എന്നത് വലിയ ഒരു യോഗ്യതയാണ്. പരസ്പര വിശ്വാസം. ഒരാളൊരു രഹസ്യം പറഞ്ഞാല് അത് കാത്തു സൂക്ഷിക്കുക എന്നത് അമാനത്താണ്. ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടാൽ വീഴ്ച കൂടാതെ നിർവഹിക്കൽ അമാനത്താണ്. ഒരു നല്ല അറിവ് നമ്മുടെ പക്കലുണ്ടെങ്കിൽ അത് ആവശ്യക്കാർക്ക് പകർന്നു കൊടുക്കുക എന്നത് അമാനത്താണ്. ഇടപാടുകളിൽ വിശ്വസ്തത അമാനത്താണ്. വിധി കൽപ്പിക്കേണ്ടി വരുമ്പോ അത് നീതിപൂർവകമാവുക എന്നത് അമാനത്താണ്. ഭരണരംഗത്ത് അഴിമതിയില്ലാത്ത, സ്വജന പക്ഷപാതിത്വമില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കൽ അമാനത്താണ്. സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മുതൽ തിരിച്ചു നൽകൽ അമാനത്താണ്. പുതിയ കാലത്ത് പല സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ചിലപ്പോൾ ഒരാൾക്ക് അയാളുടെ പേരിൽ തന്നെ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലേ? അപ്പൊ ചിലപ്പോൾ അത് ഭാര്യയുടെ പേരിൽ എഴുതേണ്ടി വരും. പിന്നീട് ആ ദാമ്പത്യം തകരുന്നൊരു ഘട്ടത്തില് സംഗതി കോടതിയിലെത്തിയാലോ ആധാരം എടുത്തു നോക്കുമ്പോ ഭാര്യയുടെ പേരിലാണ്. പക്ഷേ ധാർമ്മികമായിട്ട് അതാർക്ക് അവകാശപ്പെട്ടതാണ്? ഭർത്താവിൻ്റെതല്ലേ. പക്ഷെ കോടതിയിലെത്തിയ പിന്നെ എല്ലാം അട്ടിമറിഞ്ഞു. വക്കീലാണ് ബാക്കി കൈകാര്യം ചെയ്യാൻ. അദ്ദേഹം പറയും കേസിന് ബലം കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഈ രേഖ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ തീർച്ചയായും അത് അവൾക്ക് അവകാശപ്പെട്ടതാണ്. അതാണോ യഥാർത്ഥത്തില് യാഥാർത്ഥ്യം? അതാണോ അമാനത്ത്? അല്ലല്ലോ. ആ രൂപത്തിലുള്ള പല ഇടപാടുകളും ഇന്ന് നടക്കാറുണ്ട്. പവർ ഓഫ് അറ്റോർണി. ഒരാൾ ഗൾഫിലുള്ള ആളാണ്, അപ്പൊ അയാൾ എഴുതി കൊടുത്തതാണ്, ഞാനുമായി ബന്ധപ്പെട്ട ഈ ഇടപാട് പൂർത്തീകരിക്കാൻ ഇന്ന് ആളെ ഞാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് അയാൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ സാധനം മറ്റയാളുടെ കയ്യിലാണ്, അല്ലേ? ഇങ്ങനെ സ്വന്തത്തെ പോലും ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം വിശ്വാസങ്ങൾ വഞ്ചിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്.
ഏറ്റവും അടുത്തവർക്കിടയിലാണ് ഇപ്പൊ അത് കൂടുതൽ. സ്വന്തം സഹോദരങ്ങള്, ജ്യേഷ്ഠനും അനുജനും, അനുജനും അനിയത്തിയും എല്ലാം തമ്മില് അല്ലേ, അനന്തര സ്വത്തിന്റെ വിഷയം. പക്ഷെ ഇക്കാക്ക കൊടുക്കുന്നില്ല. ഇക്കാക്കാനോട് ഇത് പറയുമ്പോ ചൂടാകാണ്, പൊട്ടിത്തെറിക്കാൻ, പേടിച്ചിട്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് ഇപ്പോഴും കുടുംബങ്ങളില്. അറിയുന്നില്ലേ സംഭവങ്ങൾ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉണ്ടാവും, എത്രയോ സംഭവങ്ങൾ അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധിക പ്രഭാഷണങ്ങളിലും മുഖവുരയായിട്ട് പറയുന്നൊരു വാചകം, ലാ ഈമാന ലിമൻ ലാ അമാനത്തല. അമാനത്തില്ലാത്തവന് ഈമാൻ ഇല്ല. രണ്ടും പരസ്പര ബന്ധമുള്ള വാക്കുകളാണ്. വിശ്വസ്തത ഇല്ലാത്തവന് ദൈവവിശ്വാസമില്ല. വല ദീന ലിമൻ ലാ അഹ്ദല. കരാറ് പാലിക്കാത്തവന് ദീനുമില്ല. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പ്രഭാഷണ വിഷയങ്ങളിലേക്ക് കടക്കാറുണ്ടായിരുന്നത് എന്ന് കാണാം. അനാഥ മക്കളുടെ സമ്പത്താണ് മൂത്താപ്പ എളാപ്പയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. മക്കളെ പഠിപ്പിച്ചതും കാര്യങ്ങളും നോക്കിയതൊക്കെ അവരാണ്. മക്കൾ മുതിർന്നവരാകുമ്പോ തിരിച്ചു കൊടുക്കണ്ടേ? ഖുർആൻ തന്നെ പറയുന്നില്ലേ, അവർ പക്വതയെത്തുന്ന ഘട്ടം വരെ മാത്രമാണ് മറ്റുള്ളവരത് കൈകാര്യം ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ട് മുതിർന്നു വരുമ്പോ മക്കള് വന്ന് ചോദിക്കും, മൂത്താപ്പ എളാപ്പ, അല്ല ഉപ്പാന്റെ വകയിൽ ഞങ്ങൾക്കൊന്നും ഇല്ലേന്ന്. അപ്പൊ മൂത്താപ്പ കണ്ണുരുട്ടി, ആഹാ എന്നെ ചോദ്യം ചെയ്യാനായോ? നീയൊക്കെ എങ്ങനെ ഇത്ര ആയതെന്നറിയാം? ഞാനല്ലേ നിന്നെ പോറ്റി വളർത്തിയത്. എന്നിട്ടിപ്പോ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു അല്ലേ? പേപ്പറൊക്കെ മാറ്റി എഴുതി പോയിട്ടുണ്ടാവും. അതുകൊണ്ടാ മൂത്താപ്പാക്ക് ഇത്ര ദേഷ്യം. ഇങ്ങനെ എത്ര സംഭവങ്ങളാ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളല്ലേ. പടച്ചോൻ വിശുദ്ധ ഖുർആനില് ഖണ്ഡിതമായിട്ട് പറഞ്ഞതാണ്, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ളുൽമൻ. അക്രമപരമായിട്ട് അനാഥ മക്കളുടെ സമ്പത്ത് തിന്നു കളയുന്നവൻ, ഇന്നമാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം നാറ. അവൻ അവന്റെ വയറ്റില് തീയാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. വസയസ്ലൗന സഈറ. നരകാഗ്നിയില് അവര് പതിക്കും. പഠിച്ചോൻ പറഞ്ഞതാണ്. അതൊക്കെ അവിടെ എത്തുമ്പോ നോക്കാം അല്ലേ. ഇവിടെ നമുക്ക് കാര്യം നടക്കട്ടെ എന്നുള്ള നിലപാടാണ് പലപ്പോഴും കാര്യത്തോടടുക്കുമ്പോ. ചരിത്രം കേൾക്കാൻ നല്ല സുഖാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടായിരുന്നോ? എന്തൊക്കെ ചരിത്രങ്ങളെന്നറിയാം? സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ് താബീങ്ങളുടെ കാലത്തായി സംഭവം. ഇതുപോലെ വേറെയും എത്രയോ സംഭവങ്ങൾ കാണാം. ഒരാള് മറ്റൊരാൾക്ക് ഭൂമി വിറ്റു. അപ്പൊ വാങ്ങിച്ച ആള് ഭൂമി കിളച്ചോണ്ടിരിക്കുമ്പോ ആ ഭൂമിയിൽ നിന്ന് നിധി കിട്ടി. കഥയിലൊക്കെ കേൾക്കാറില്ലേ, ഒരു പാത്രത്തിൽ നിറയെ സ്വർണ്ണ നാണയം കരുതാം, നിധി കിട്ടി. അപ്പൊ ഭൂമി വാങ്ങിച്ച ആൾ എന്താ ചെയ്തെന്നറിയാം? ആരാണോ അയാൾക്ക് ഭൂമി വിറ്റത് അയാളുടെ അടുക്കൽ പോയിട്ട് പറയാണ്, ഇത് നിങ്ങളുടേതാണ്, ഞാൻ നിങ്ങളോട് ഭൂമിയെ വാങ്ങിച്ചിട്ടുള്ളൂ, നിധി ഞാൻ വാങ്ങിച്ചിട്ടില്ല, അതിന്റെ വില ഞാൻ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ നിധി കുംഭം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. വിറ്റാൾ എന്താ പറയുന്നത്? അയാൾ അതിനേക്കാൾ ഉഷാറ്. അയാൾ എന്താ പറയുന്നറിയോ? ഞാൻ ഈ ഭൂമി നിങ്ങൾക്ക് വിറ്റപ്പോ ഭൂമിയും ഭൂമിയിലെ സകല വസ്തുക്കളും അടക്കമാണ് നിങ്ങൾക്ക് വിറ്റത്, അതിനാൽ ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ആകെ പ്രശ്നമായി. രണ്ടാളും ഈ നിധി സ്വീകരിക്കാൻ സന്നദ്ധരല്ല. വിഷയം കോടതിയിലെത്തി. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണെങ്കിലാ കോടതിയിലെത്തുക. ഈ സാധനം രണ്ടാളും ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ കോടതിയിലെത്തി. കോടതിയിൽ ജഡ്ജ് പല വിധത്തിലും പരിഹരിക്കാൻ ശ്രമിച്ചു, നടക്കുന്നില്ല. കാരണം എനിക്കിത് അവകാശപ്പെട്ടതല്ല എന്നാണ് രണ്ടു കൂട്ടരും പറയുന്നത്. ഒടുവിൽ ജഡ്ജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മക്കളുണ്ടോ? അപ്പൊ ഒരാൾ പറഞ്ഞു, ആ എനിക്കൊരു മോനുണ്ട്. വിവാഹപ്രായത്തെ ആളാണോ? അതെ. മറ്റയാളോട് ചോദിച്ചപ്പോ അയാൾക്കൊരു മോളുണ്ട്. അപ്പൊ തീരുമാനമായി, പരസ്പരം കല്യാണം കഴിപ്പിച്ചിട്ട് ഈ മക്കൾക്ക് വിവാഹ സമ്മാനമായിട്ട് ഈ നിധി കൊടുക്കും.
സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടാവും ലോകത്ത്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകാം. രേഖപ്പെടാതെ പോകുന്ന എത്രയോ സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ കൂടുതലും കേൾക്കുന്നത് എന്താണ്? പരസ്പര വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന പലവിധ പ്രവൃത്തികളാണ്, അല്ലെ? ആലോചിച്ച് നോക്ക്. ഏറ്റവും അടുത്തവർ തമ്മില്, ഭാര്യയും ഭർത്താവും തമ്മില്, ഞാൻ നിനക്ക് പിന്നെ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞതല്ലേ, ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അവളുടെ കഴുത്തിലെ മാലയും കമ്മലും ഒക്കെ വിറ്റിട്ട് മൂപ്പർ ബിസിനസ് തുടങ്ങിയതാണ്, ഒന്നും തിരിച്ചു കൊടുത്തില്ല. അവരെ മനസ്സിലത് എപ്പോഴും ഉണ്ടാവില്ലേ? ആ ഒരു കരാറ് പാലിക്കാനുള്ളതല്ലേ? മക്കളും വാപ്പയും തമ്മില്, സഹോദരങ്ങൾ തമ്മില്, അല്ലേ? പുതിയാപ്പിളയും അമ്മോച്ചനും തമ്മില്, അമ്മോച്ചനും പുതിയാപ്പിളയും തമ്മില് ഇങ്ങനെ വിശ്വാസ വഞ്ചന സംഭവിച്ചാല് അത് കേവലം ഒരു സാമ്പത്തിക വിഷയമല്ലേ എന്ന നിലയ്ക്ക് അത് അവസാനിക്കോ? അത് കുടുംബരംഗത്തേക്ക് പടരും, അല്ലേ? ആലോചിച്ച് നോക്ക. അത് മക്കളിലേക്ക് പടരും. ആ വിശ്വാസ വഞ്ചനയാൽ നേടിയെടുത്ത സമ്പത്ത് ഉപയോഗിച്ചാണ് ഈ മക്കളെ പോറ്റി വളർത്തുന്നതെങ്കിൽ അവരുടെ രക്തത്തിൽ അത് കലരും. അത് ശുദ്ധി ചെയ്തെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്ര പ്രാർത്ഥിച്ചാലാണ് ആ പാപക്കറകൾ നീങ്ങിപ്പോവുക? പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇങ്ങനെ പലതും പങ്കുവെച്ചു പോയത്? എന്നിട്ട് ഇപ്പൊ ചോദിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലേ? മകള് അയാളുടെ വീട്ടിലല്ലേ, അപ്പൊ ഇങ്ങനെ ചോദിക്കും, മകളെ ഇറക്കി വിട്ടാലോ? ബാപ്പാക്ക് പേടി. പുതിയാപ്പിളക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുമോ? അതും പറ്റുന്നില്ല, എന്റെ കുടുംബം തകർന്നു പോയാലോ എന്ന പേടി. ഇങ്ങനെ എല്ലാരും ഇത് മനസ്സിനകത്ത് കൊണ്ടു നടന്ന് നീറി നീറി അത് ടെൻഷനായി, ഒടുവിൽ അത് ഹാർട്ട് ബ്ലോക്കായി. അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഒടുങ്ങിപ്പോകുന്നത് എന്ന് കാണാം, അല്ലേ? എത്ര സംഭവങ്ങളാണ്, എത്ര വേണമെങ്കിൽ നമുക്ക് പറയല്ലേ? ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്ന ഒരു സംഭവമുണ്ട്, നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഒരിക്കല് ശക്തമായ കാറ്റും മഴയും വന്നപ്പോ 3 യാത്രക്കാര് ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്ന സംഭവമാണ്. അപ്പൊ പെട്ടെന്നൊരു കല്ല് വന്നിട്ട് ഗുഹാമുഖം അടഞ്ഞു പോയില്ലേ? അപ്പൊ അവര് 3 പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവോട്. അവർ ചെയ്ത നന്മകൾ മുൻനിർത്തിയിട്ട്, പടച്ചോനെ ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണേ. ഓരോരുത്തരും അവരവരുടെ നന്മകൾ എടുത്തു പറയുന്നു. അതിൽ ഒരാൾ പറഞ്ഞ സംഭവം എന്തെന്നറിയാം? എന്താണ്? അയാളുടെ വീട്ടില് ഒരു തൊഴിലാളി കൂലി വേലക്ക് വന്നു. ജോലി കഴിഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് പോയി, പ്രതിഫലം വാങ്ങിക്കാതെ പോയി. അപ്പൊ ആ തുകയുണ്ടല്ലോ, അയാൾക്ക് അവകാശപ്പെട്ട ആ തുക കൊണ്ട് ഈ വീട്ടുകാരൻ എന്ത് ചെയ്തു? ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചിട്ടു. അങ്ങനെ അത് പെറ്റു പെരുകാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ അത് വളർന്ന് വളർന്ന് ഒട്ടകവും ആടും ഒക്കെ ആയിട്ട് ഒരു മല മുഴുവനായിട്ട് നിറഞ്ഞത്രേ. ആ സമയത്ത് വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ, ആ തൊഴിലാളി തന്റെ കൂലി ചോദിച്ചു വരികയാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ കാണിച്ചു കൊടുത്തു, ഈ മലയില് കാണുന്ന ഈ മല നിറഞ്ഞു നിൽക്കുന്ന ആട്ടിൻ പറ്റങ്ങളും ഒട്ടകക്കൂട്ടങ്ങളും ഒക്കെ താങ്കൾക്ക് അവകാശപ്പെട്ടാണ്. എന്നെ കളിയാക്കാണ്? എനിക്ക് എന്റെ കൂലി മതി. ഇയാള്, ഇത് താങ്കളുടേതാണ്. അന്നത്തെ ആ കൂലി ഉപയോഗിച്ചിട്ട് ആ പണം കൊണ്ട് ഞാൻ സമ്പാദിച്ചു കൂട്ടിയതാണ്, ഇത് മുഴുവനും താങ്കൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെ ആ തൊഴിലാളി ആ മൃഗങ്ങളെയും തെളിച്ചുകൊണ്ട് പോയി എന്നാണ് ചരിത്രം, അല്ലെ? അതിനാൽ പടച്ചവനെ, ഈ അടഞ്ഞുപോയ ഗുഹാമുഖം ഒന്ന് തുറന്നു താ. പടച്ചവൻ തുറന്നു കൊടുത്തു. അങ്ങനെ ഒരു 3 പേര് രക്ഷപ്പെട്ടു എന്നാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങളെന്നറിയാം? എത്രയെങ്കിലും ഉണ്ടാവും. അത്തരം ഒരു സംഭവത്തിന്റെ നേർ സാക്ഷിയാകാൻ, അനുഭവിക്കാൻ നമുക്ക് പറ്റണ്ടേ? അങ്ങനെയൊക്കെ ആകുമ്പല്ലേ പടച്ചവന്റെ മുമ്പില് കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ അവൻ കേൾക്കും. അടഞ്ഞുപോയ ഇരുട്ടറകൾ, എല്ലാ ഗുഹാമുഖങ്ങളും തുറക്കപ്പെടും. പ്രതീക്ഷകളുടെ
ഒരുപാട് വാതിലുകൾ നമ്മുടെ മുമ്പിൽ സ്വർഗതുല്യമായിട്ട് തുറക്കപ്പെടുന്നുള്ളതാണ്. അതിനൊക്കെ അടിസ്ഥാനം അമാനത്താണ്, പരസ്പര വിശ്വാസമാണ്. അത് കാത്തു സൂക്ഷിക്കാൻ ഇതേ വഴിയുള്ളൂ, വേറെ മാർഗങ്ങളൊന്നുമില്ല. നാളെ അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോൾ ഇതിനൊക്കെ പരിഹാരം പറയാൻ പറ്റാം. എന്തെങ്കിലും കയ്യിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് വിൽപ്പന നടത്തിയെങ്കിലും ഇത്തരത്തിലുള്ള ഇടപാടുകൾ പരിഹരിച്ചേക്കണം. കുറച്ചുകൂടി കഴിയട്ടെ, ഹജ്ജിന് പോകുന്ന സമയമാവട്ടെ, എന്നിട്ട് വേണം പൊരുത്തപ്പെടിക്കാൻ. അത്രയും കാത്തു നിൽക്കണോ? അവസരം ഉണ്ടാകുമോ? പറയാൻ സാധ്യമല്ലല്ലോ. അതിനാൽ അമാനത്ത് എന്നത് വളരെ ഗൗരവതരമായ വിഷയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നതാണ്. പടച്ചതമ്പുരാൻ അള്ളാഹു വിശ്വസിക്കുന്ന പരസ്പരം വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ ഉൾപ്പെടുത്തി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.